അസംബ്ലി, നിയോജക മണ്ഡലം കമ്മിറ്റികളും മേഖലാ ബൂത്ത് കമ്മിറ്റികളും ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളെല്ലാം സജീവമാക്കുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാർലമെൻറ്റ് നിയോജക മണ്ഡലം LDF കൺവെൻഷനുകളും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും രൂപീകരിക്കും. അത് കഴിഞ്ഞാൽ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു 10 ദിവസത്തിനകം തന്നെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷനുകളും കമ്മിറ്റികളും രൂപീകരിക്കും. തുടർന്ന് മേഖലാ കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ന് രാഷ്ട്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഫെഡറൽ തത്വങ്ങൾക്കുമെതിരെയുള്ള കടുത്ത ആക്രമണം, അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനക്കുറവാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ വിപത്തുകൾക്കടിസ്ഥാനം. അതുകൊണ്ട് ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യം സംരക്ഷിക്കാനും മതനിരപേക്ഷത സംരക്ഷിക്കാനും ഫെഡറൽ സംവിധാനങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ചില സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികൾ കണക്കാക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ജനങ്ങളിൽ നല്ലതുപോലെ വിശദീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല ക്യാമ്പയിനുകൾ, പ്രചരണങ്ങൾ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനതയെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ്. ആ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയിൽ CPM മത്സരിച്ചത് 16 സീറ്റിലാണ്. 4 സീറ്റിൽ CPIയും. അതിനുശേഷമാണ് കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വന്നത്. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ CPIM 15 സീറ്റിൽ മത്സരിക്കാനും 4 സീറ്റിൽ CPI മത്സരിക്കാനും കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി മത്സരിക്കാനുമുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട പാർട്ടികൾ അവരാണ് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത്. അടിയന്തരമായും അവരെല്ലാം അതാത് മണ്ഡലങ്ങളിൽ, നിലവിൽ തുടരുന്ന മണ്ഡലങ്ങൾ തന്നെ 19 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ്. വലിയ തരത്തിലുള്ള ബഹുജന പിന്തുണ ആർജിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള കേരള ഗവൺമെൻറ് മുൻകൈയെടുത്ത് സംഘടിപ്പിച്ചിട്ടുള്ള വലിയ ഒരു സമരമുഖം അത് ദേശീയ മാധ്യമങ്ങളിലും ദേശീയ രംഗങ്ങളിലുമൊക്കെ ജനശ്രദ്ധയെ ആകർഷിച്ചു. ആ സമരം ഒരു വലിയ ദേശീയ അംഗീകാരം നേടിയെടുക്കാനും കഴിഞ്ഞു. തുടർന്ന് പല സംസ്ഥാനങ്ങളും അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. കേരളമാണ് മുന്നോട്ട് വെച്ചതെങ്കിലും BJP ഇതര ഗവൺമെൻറ്റുകൾ, അവിടുത്തെ മുഖ്യമന്ത്രിമാർ എല്ലാം ആ സമരത്തിന് പിന്തുണയും സഹായങ്ങളും അഭ്യർത്ഥിച്ചു. ഓരോ സംസ്ഥാനത്തിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ വിഭാഗത്തിലെ ജനങ്ങളെയും ഈ BJPയുടെ നയങ്ങൾക്കെതിരായി അണിനിരത്താൻ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്.